ഹലോ, കഴിഞ്ഞ ലെസണിൽ നമ്മൾ MIT ആപ്പ് ഇൻവെന്റർ ഉപയോഗിച്ചിട്ട് ഒരു ബേസിക് ആപ്പ് ഉണ്ടാക്കിയല്ലേ. ഇനി ഈ ലെസണിൽ ഈ ആപ്പ് നമ്മൾ ഉണ്ടാക്കിയ ആപ്പ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി, നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മുടെ ആപ്പ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ആദ്യത്തെ രീതി. അപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എങ്ങനെയാണ് നമ്മുടെ ആപ്പ് ടെസ്റ്റ് ചെയ്യാമെന്നാണ് ആദ്യത്തെ പാർട്ടിൽ കാണിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ തന്നെ, ആൻഡ്രോയിഡിൽ മാത്രമേ ഇപ്പോൾ തൽക്കാലം MIT ആപ്പ് ഇൻവെന്റർ വർക്ക് ആവുള്ളൂ, iOS വേർഷൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് MIT ആപ്പ് ഇൻവെന്റർ കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി നമ്മൾ ഉണ്ടാക്കിയ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് രണ്ടും ചെയ്യാന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് MIT ആപ്പ് ഇൻവെന്റർ എമുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ലിങ്കിൽ തന്നെ ഇൻസ്റ്റാളിങ് ആൻഡ് റണ്ണിങ് ദ എമുലേറ്റർ ഇൻ AI2 എന്ന് വരും. ഓക്കെ, ആ URL ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു പേജിലേക്ക് നമ്മൾ വരും. ഇൻസ്റ്റാളിങ് ആൻഡ് റണ്ണിങ് ദ എമുലേറ്റർ ഇൻ AI2, MIT ആപ്പ് ഇൻവെന്ററിന്റെ തന്നെ പേജാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ എമുലേറ്റർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, ബിൽഡ് യുവർ പ്രോജക്റ്റ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്നെല്ലാം കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഡോസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, താഴെ വന്നാൽ ഇൻസ്ട്രക്ഷൻ ഫോർ മാക്, ഇൻസ്ട്രക്ഷൻ ഫോർ വിൻഡോസ്, ഇൻസ്ട്രക്ഷൻ ഫോർ GNU ലിനക്സ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ടാബിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിന്റെ താഴെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് നേരിട്ട് ഇൻസ്റ്റാളേഷനിലേക്ക് തന്നെ പോവാം. അപ്പൊ ഈ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വിൻഡോസിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാളിംഗ് ദ ആപ്പ് ഇൻവെന്റർ സെറ്റപ്പ് സോഫ്റ്റ്വെയർ പാക്കേജിന്റെ തൊട്ട് താഴെ ഡൗൺലോഡ് ദ ഇൻസ്റ്റാളർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഒരു ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എമുലേറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റാളറിന്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സാധാരണ ഏതൊരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയാണ് ഇതും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻസ്റ്റാളർ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും അത് കേട്ടോ. അപ്പോൾ ഇതിവിടെ കണ്ടോ, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൺസ് ഇത് ഫുള്ളായി ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥിരം ഡൗൺലോഡ് ഫോൾഡർ എവിടെയാണോ അവിടെ പോയിട്ട് ഈ ഒരു ഫയൽ .exe ഫയലായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു .exe ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം എല്ലാ സോഫ്റ്റ്വെയറും എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് എൻ്റെ ഡൗൺലോഡ് കിടക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലാണ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് MIT ആപ്പ് ഇൻവെന്റർ ടൂൾസ് 2.3.0 സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ലൈസൻസ് അഗ്രിമെൻ്റ് എല്ലാം I agree എന്ന് കൊടുക്കുന്നു. എനിവൺ ഹു യൂസേഴ്സ് ദിസ് കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണ്. പിന്നെ ഇന്ന പാത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള പാത്ത് കാണിക്കുന്നതാണ്. നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റാർട്ട് AI സ്റ്റാർട്ടർ ടൂൾ നൗ എന്നുള്ളത് ടിക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് ചെക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഫിനിഷ് ക്ലിക്ക് ചെയ്താൽ AI സ്റ്റാർട്ടർ എൻ്റെ കമ്പ്യൂട്ടറിൽ റൺ ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഈ ടിക്ക് മാറ്റിയിട്ട് അൺചെക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ നമ്മളുടെ ഇതിൻ്റെ ഒരു ഐക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് AI സ്റ്റാർട്ടർ ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കാണണമല്ലോ എങ്ങനെയാണ് എമുലേറ്റർ റൺ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനൊരു ബ്ലാക്ക് വിൻഡോ തുറക്കും. അതായത് AI സ്റ്റാർട്ടർ ഇപ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആപ്പ് എമുലേറ്ററിൽ വർക്ക് ആവുമെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ MIT ആപ്പ് ഇൻവെന്ററിന്റെ വെബ്സൈറ്റിലോട്ട് വീണ്ടും പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിളിൽ വരുന്നു, MIT ആപ്പ് ഇൻവെന്റർ എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ MIT ആപ്പ് ഇൻവെന്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് പോവുകയാണ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആസ് യൂഷ്വൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിലെത്തും. എന്നിട്ട് ഞാൻ നമ്മുടെ മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ള നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് പേജിലേക്ക് പോവാം. ഓക്കെ, ക്ലിക്ക് മീ എന്നുള്ള പ്രോജക്റ്റിൽ നമ്മൾ എത്തി. എന്നിട്ട് ഇവിടെ കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മേലെ, കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എമുലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വിൻഡോസ് ഒന്നും മിനിമൈസ് ചെയ്യാണ്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കൂ, താഴെ എമുലേറ്റർ വന്നിട്ടുണ്ടാവും. ഒരു മൊബൈൽ സ്ക്രീൻ പോലെ ചെറിയൊരു സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാം, കണ്ടോ? അത് ഞാൻ എടുക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചെറിയൊരു ഫോണിന്റെ ആൻഡ്രോയിഡ് ഫോണിന്റെ സ്ക്രീൻ പോലെ ഒരു സ്ക്രീൻ വന്നു. ഇതാണ് നമ്മുടെ എമുലേറ്റർ. ഇവിടെയാണ് നമ്മുടെ ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊരു മൊബൈൽ സ്ക്രീനിന്റെ അതേ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരു എമുലേറ്റർ ആണ് നമുക്ക് ഇത് തരിക. കണ്ടോ, ടൈമും അതുപോലെ അൺലോക്ക് ഓപ്ഷനും ചാർജിങ് അതിന്റെ സിമ്പൽ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ സ്ക്രീനിന് കാണുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പ് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പേഴ്സണലി ഞാൻ സെക്കൻഡ് മെത്തേഡ്, നമ്മൾ ഫോണിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോക്കൂ, യുവർ കമ്പാനിയൻ ആപ്പ് ഇസ് ഔട്ട് ഓഫ് ഡേറ്റ്, ക്ലിക്ക് ഓക്കെ ടു സ്റ്റാർട്ട് ദ അപ്ഡേറ്റ് എന്ന് വരും. അപ്പൊ ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ദ അപ്ഡേറ്റ് ഇസ് നൗ ബീങ് ഇൻസ്റ്റാൾഡ് ഓൺ യുവർ ഡിവൈസ് എന്ന് വന്നു. ഗോട്ട് ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഡു യു വോണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് അപ്ലിക്കേഷൻ വന്നു. ഇൻസ്റ്റാൾ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡൺ എന്ന് കൊടുക്കണം. ഓക്കെ, ഓപ്പൺ എന്ന് കൊടുക്കരുത്. ഓപ്പൺ എന്ന് കൊടുക്കാൻ നമുക്ക് തോന്നും, പക്ഷെ ഡൺ എന്നേ കൊടുക്കാവൂ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ വീണ്ടും കണക്റ്റിൽ പോയിട്ട് റീസെറ്റ് കണക്ഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, റീസെറ്റ് കണക്ഷൻ കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും കണക്റ്റിൽ പോയിട്ട് എമുലേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലിക്ക് മീ എന്നുള്ള ആ ഫസ്റ്റ് ആപ്പ് ഈ എമുലേറ്ററിൽ നമുക്ക് വരുന്നതായിട്ട് കാണാം. ഓക്കെ,
സോ നമ്മൾ ഈ ക്ലിക്ക് മീ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് വരുന്നുണ്ട്, കണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡ്. ഇതിന് കുറച്ച് ക്ഷമ വേണം, ഇടയ്ക്ക് സ്റ്റക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ക്രീന് നമ്മൾ മിനിമൈസ് ചെയ്യുകയെല്ലാം ചെയ്താൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനും എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യാവുന്ന മെത്തേഡും സെക്കൻഡ് മെത്തേഡാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മൊബൈലിൽ തന്നെ കാണുമ്പോൾ ശരിക്കും ആപ്പായിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മുടെ സ്വന്തം ഫോണിൽ കാണാമല്ലോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടെ പ്രിഫറബിളും ഫാസ്റ്റും ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ് എന്ന് നോക്കാം. സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മേലെ സെർച്ച് ബാർ ഉണ്ടല്ലോ, അവിടെ MIT ആപ്പ് ഇൻവെന്റർ എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ MIT AI2 കമ്പാനിയൻ എന്നാണ് ആപ്പിന്റെ പേര്. ആപ്പ് ഇൻവെന്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അത് തന്നെയാണ് വരുന്നത്. നോക്കൂ, MIT AI2 കമ്പാനിയൻ എന്നുള്ള ആപ്പ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിന് മാത്രമാണ്. ഓക്കെ, MIT AI2 കമ്പാനിയൻ. അപ്പൊ അത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അലോ ടു ആക്സസ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, അലോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഈ ആപ്പിന്റെ ഇന്റർഫേസ്. ഇതിൽ നോക്കൂ, 2 ഓപ്ഷൻ ഉണ്ട്, കണക്ട് വിത്ത് കോഡ് എന്നും സ്കാൻ QR കോഡ് എന്നും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ MIT ആപ്പ് ഇൻവെന്ററിന്റെ വെബ്സൈറ്റിലേക്ക് വീണ്ടും പോയിട്ട് നമ്മൾ വീണ്ടും MIT ആപ്പ് ഇൻവെന്ററിന്റെ നമ്മുടെ പേജിൽ പോവാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ. എന്നിട്ട് കണക്റ്റിൽ വന്നിട്ട് നമ്മൾ AI കമ്പാനിയൻ എന്നടിക്കുക. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് AI കമ്പാനിയൻ ആണ്, എമുലേറ്റർ അല്ല. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് WJVHQP എന്നുള്ളതും വരും. അതുപോലെ തന്നെ ഒരു QR കോഡും വരും. അപ്പൊ ഈ ഒരു സ്ക്രീൻ വരുമ്പോൾ തിരിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് സ്കാൻ QR കോഡ് കൊടുത്തിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നോക്കൂ, ആ കോഡ് ഉണ്ടല്ലോ ടെക്സ്റ്റ് ആയിട്ട് WJ എന്നുള്ള ആ കോഡ് അവിടെ തനിയെ വന്നു. അല്ലെങ്കിൽ നമുക്ക് ആ കോഡ് ഡയറക്റ്റ് അവിടെ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ. അപ്പൊ നോക്കൂ, നമ്മുടെ ഇതിന്റെ മൊബൈൽ സ്ക്രീനാണ്, അവിടെ ഈ ആപ്പ് ക്ലിക്ക് മീ എന്നുള്ള ആപ്പ് വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് വരും. അപ്പൊ ഇതും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, പെട്ടെന്ന് തന്നെ ലോഡ് ആവും വരികയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒരു മൊബൈൽ സ്ക്രീനിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നോക്കൂ, ഞാനിപ്പോ ഈ വെബ്സൈറ്റിൽ ഏതെങ്കിലും ബട്ടണോ ലേബലോ എല്ലാം സ്ക്രീനിലേക്ക് ഇട്ട് അത് മൊബൈൽ ഫോണിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പൊ ഞാനൊരു ചെക്ക് ബോക്സ് ഇതിലോട്ട് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്തിട്ടപ്പോ അത് കണ്ടോ മൊബൈൽ ഫോണിലും സ്ക്രീനിലും വന്നു. അപ്പൊ ഇങ്ങനെയാണ് AI2 കമ്പാനിയൻ വെച്ചിട്ട് നമ്മളുടെ ആപ്പ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് 2 മെത്തേഡ്സ് നമുക്ക് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേറെ മെത്തേഡാണ്, അത് നമുക്കിനി അടുത്ത ലെസൺസിൽ കാണാം.